കലയും സാഹിത്യവും വർഗീയതയ്ക്കെതിരായ സമരായുധമാക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. വർഗീയതയ്ക്കെതിരെയുള്ള സമരം ഇടവേളകളില്ലാതെ ഏറ്റെടുക്കണം. കണ്ണൂരിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ കലയും സാഹിത്യവും സമരായുധമാക്കേണ്ട കാലഘട്ടമാണിതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് പറഞ്ഞു. ഇരുമ്പും ഉരുക്കും ചേർത്ത് സാഹിത്യരചന നടത്തുകയും യോദ്ധാക്കളായി മാറുകയും ചെയ്യേണ്ട കാലഘട്ടമാണിത്. M. മുകുന്ദന്റെ നിങ്ങൾ എന്ന നോവലിൽ വർഗീയതയും വംശീയതയും നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതും അതിന് വഴങ്ങാത്തതിനെക്കുറിച്ചും പറയുന്നുണ്ട്. വർഗീയ രാഷ്ട്രീയം സദാസമയവും നമ്മുടെ തൊലിപ്പുറത്തുണ്ടെന്ന ഓർമ്മപ്പെടുത്തലും ആ കൃതിയിലുണ്ട്. നമ്മുടെ പ്രബുദ്ധത അനുദിനം നവീകരിക്കപ്പെടേണ്ടതാണ്. വർഗീയതയ്ക്കെതിരെയുള്ള സമരം ഇടവേളകളില്ലാതെ ഏറ്റെടുക്കണം, സ്വരാജ് പറഞ്ഞു. വിശ്വാസത്തെ വർഗീയതയായി വികസിപ്പിക്കുമ്പോൾ ഇന്ത്യയെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്താനാവും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുതന്നെയാണ് ആ അപകടത്തെക്കുറിച്ചാണ് M. മുകുന്ദൻ പറയുന്നത്. നിങ്ങളുടെ തൊലിപ്പുറത്ത് ഇപ്പോഴുമുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരോടുമാണ് പറയുന്നത്. ഈ ഇരിക്കുന്ന നമ്മളെല്ലാം ഉൾപ്പെടുന്ന, നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിപുലമായ ജനസഞ്ചയത്തെ നോക്കി മുന്നറിയിപ്പിന്റെ ഭാഷയിൽ മുകുന്ദൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വംശീയതയും വർഗീയതയും നിങ്ങളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ സദാ ശ്രമിക്കുന്നു. നിങ്ങൾ വഴങ്ങിയിട്ടില്ല, പൊരുതി നിൽക്കുകയാണ്. പക്ഷേ ഒരവസരം കാത്ത് അത് തൊലിപ്പുറത്തുണ്ട്, തൊട്ടടുത്തെത്തി നിൽക്കുന്നു. ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ 1% കുറവിൽ ആശ്വസിക്കുകയല്ല വേണ്ടത്. ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരും, ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല മരിച്ചുപോയവരെയും ഈ സമരത്തിൽ അണിനിരത്താൻ കഴിയണം. വർഗീയതയ്ക്കെതിരായ സമരം ഇടവേളകളില്ലാതെ ഏറ്റെടുക്കേണ്ട സമരമാണ്. വർഗീയതയ്ക്കെതിരായ പോരാട്ടം അതിശക്തമായി ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ നമുക്കതിനെ പരാജയപ്പെടുത്താൻ സാധിക്കൂ എന്നതാണ്. വിശ്വാസവും മതവും കൂട്ടുപിടിച്ച് വർഗീയ ശക്തികൾ വളരുമ്പോൾ ഓർമ്മകളെപ്പോലും സമരമാക്കാൻ നമുക്ക് കഴിയണമെന്നും സ്വരാജ് പറഞ്ഞു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു M. സ്വരാജ്. വർഗീയത രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ശക്തമായ സ്വാധീനം ചെലുത്തുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ എഴുത്തുകാർ മുന്നോട്ട് വരേണ്ട കാലഘട്ടമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.